ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു തിയറമാണ് പഠിച്ചത്. അപ്പം ആ തിയറത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ഇനി ഇനി പഠിക്കാൻ പോകുന്നത് രണ്ടാമതൊരു തിയറം പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്നുകൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക, നോക്കിയിട്ട് എല്ലാം ഒന്ന് നോക്കുക, ഒന്നുകൂടെ നോക്കുക. നമ്മൾ രണ്ടാമത്തെ തിയറത്തിലോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് ഒരു സെമി സർക്കിളിൻ്റെ കാര്യമാണ്. ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ വെച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം രണ്ടാമത്തെ സംഭവം എന്ന് പറയാം, ഇനിയും സർക്കിൾ തന്നെ. ഓക്കെ, അപ്പം സർക്കിൾ തന്നെ. അപ്പം ഇവിടെ മധ്യത്ത് വരച്ചാലാണ് അവിടെ ഡയമീറ്റർ ആവുന്നത്. അപ്പോൾ ഡയമീറ്ററിന് പകരം നമ്മളൊരു കോഡാക്കുന്നു. ഇപ്പം ഇത് വരച്ചപ്പോൾ ഈ സർക്കിൾ വീണ്ടും രണ്ട് പാർട്ടായി. സർക്കിൾ രണ്ട് പാർട്ടായി, രണ്ട് ആർക്കായി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആർക്കുകളിൽ, ആർക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതാണ് ആർക്കെന്ന് പറയുന്നത്, ഒരു വലിയ ആർക്കും ഒരു ചെറിയ ആർക്കും. അപ്പോൾ ഒരു കോഡ് വരച്ചപ്പോൾ രണ്ട് ആർക്കായി. അപ്പോൾ ഇത് സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇപ്പം വരച്ച ആർക്ക് ഒരിക്കലും എന്തല്ല, ഡയമീറ്റർ അല്ല. ഡയമീറ്റർ അല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു അൺഈക്വൽ ആയിട്ടുള്ള രണ്ട് ആർക്കാണ് ആയത്. ഓക്കെ, അപ്പം ഈ ആർക്കിൻ്റെ രണ്ട് എഡ്ജസും ഇവിടെ നമ്മൾ നേരത്തെ ഡയമീറ്ററിന് വരച്ച പോലെ ഇതിൻ്റെ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്താൽ അവിടെ എന്തുണ്ടാവും, ഒരു ആംഗിൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഈ പോയിന്റിൽ, ഈ ആർക്കിൽ എവിടെ വേണമെങ്കിലും ജോയിൻ ചെയ്തുകൂടെ. ഓക്കെ, അവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. ഇതുപോലെ ഇവിടെ വേണമെങ്കിൽ ഒരെണ്ണം വരയ്ക്കാം, ഇവിടെ വേണമെങ്കിൽ ഒരെണ്ണം വരയ്ക്കാം. അതുപോലെ ഇതിൻ്റെ രണ്ടറ്റത്തു നിന്ന് നമുക്ക് ഈ സർക്കിളിൽ ഒരുപാട് ആംഗിൾസ് വരയ്ക്കാനായിട്ട് പറ്റും. ഇങ്ങനെ വരയ്ക്കുന്ന ഈ ആംഗിൾസ് എല്ലാം കൂടെ, ഈ ആംഗിൾസിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും ഇത് ആംഗിൾസ് സെയിം ആയിരിക്കും. നമ്മൾ സെമി സർക്കിളിൽ പറഞ്ഞത് അതിൻ്റെ അകത്തെല്ലാം 90 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ പക്ഷേ 90 ഡിഗ്രി ഒന്നുമില്ല. ഏത് ആംഗിളാണോ, അപ്പോൾ നമുക്കിതിന് എക്സാമ്പിൾ എക്സ് ഡിഗ്രി എന്ന് കൊടുക്കാം. ഓക്കെ, ഏതളവ് വേണമെങ്കിലും ആവാം. അതായത് ഈ കോഡിൻ്റെ ലെങ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് ആംഗിളും മാറും. ഇങ്ങോട്ട് പോകുന്നതോറും ആംഗിൾ കൂടി വരും, ഇങ്ങോട്ട് വരുന്നതോറും ആംഗിൾ കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ എത്ര ഡിഗ്രി ആണെങ്കിലും എക്സ് ഡിഗ്രി എന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും, എക്സ് ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെയും എക്സ് ഡിഗ്രി ആയിരിക്കും. എവിടെ വരച്ചാലും, അതായത് ഒരു ആർക്കിൻ്റെ, ഒരു കോഡിൻ്റെ രണ്ടറ്റത്തു നിന്നും അതിൻ്റെ ആർക്കിലേക്ക് ഏത് ആംഗിൾ വരച്ചാലും അതെല്ലാം സെയിം അളവായിരിക്കും. അതാണ് നമ്മുടെ ഒരു തിയറം എന്ന് പറയുന്നത്. ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എക്സ്, ഇവിടെ എല്ലായിടത്തും എന്തായിരിക്കും, എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഒരു കോഡ് ഒരു ആർക്കിലുണ്ടാക്കുന്ന ആംഗിളുകളെല്ലാം സെയിം ആയിരിക്കും. ഒരു കാര്യം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ, ഈ കോഡ് ഈ വലിയ ആർക്കിലുണ്ടാക്കുന്ന ആംഗിളിൻ്റെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. അപ്പം ഇവിടെ ഒരു ചെറിയൊരു ആർക്കില്ലേ, അപ്പോൾ ആ ചെറിയ ആർക്കിലും എന്തുണ്ടാക്കാൻ പറ്റും, ആംഗിൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ആർക്ക് ഇവിടെ ഈ ചെറിയ ആർക്കിലുണ്ടാകുന്ന ആംഗിൾ ഇതെത്രയായിരിക്കും, ഇതും ഇവിടെയും എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കാം, അതെല്ലാം സെയിം തന്നെ ആയിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആണെങ്കിൽ അപ്പം ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് എക്സ് ആയിരിക്കും. അതിന് പറയുന്ന പേര് സപ്ലിമെൻ്ററി ആംഗിൾ എന്നായിരിക്കും. ഓക്കെ, ഒരു കോഡ് അതിൻ്റെ ഈ ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടാക്കുന്ന ആംഗിള് എപ്പോഴും മറ്റതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ ആയിരിക്കും. ഓക്കെ, ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട അടുത്തൊരു തിയറമാണ് ഈ എക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ആർക്ക് ഇതിൻ്റെ സെൻറ്ററിലുണ്ടാക്കുന്ന ആംഗിളിനൊരു പേര് പറയും സെൻട്രൽ ആംഗിൾ. ഒരു കോഡ് അല്ലെങ്കിൽ ഒരു ആർക്ക് അതിൻ്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് സെൻട്രൽ ആംഗിൾ. ഈ സെൻട്രൽ ആംഗിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു ആർക്ക് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ആർക്കിലുണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഇരട്ടിയായിരിക്കും. ഓക്കെ, സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, ഒരു കോഡ് അതിൻ്റെ ആ സർക്കിളിൻ്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് സെൻട്രൽ ആംഗിൾ. അതിൻ്റെ ആർക്കിലുണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഇരട്ടിയായിരിക്കും സെൻട്രൽ ആംഗിൾ. ഓക്കെ, വേണമെങ്കിൽ തിരിച്ച് പറഞ്ഞാൽ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും സർക്കിളിലെ ആംഗിൾ. ഓക്കെ, ആ ഒരു ബന്ധം എപ്പോഴും ഓർത്തിരിക്കുക. ഒരു സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ സെൻട്രൽ വരുന്നത്, അതിൻ്റെ പകുതി ആർക്കിൽ വരുന്നത്. ഓക്കെ, അതിൻ്റെ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ 180യിൽ നിന്ന് കുറച്ചത് എവിടെ വരും, ഓപ്പോസിറ്റ് സൈഡിൽ വരും. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള തിയറം.
അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മൾ പഠിച്ച തിയറംസ് എന്തായത്, ഒരു സർക്കിളിൽ നമ്മളൊരു കോഡ് വരച്ചാൽ 2 അൺഈക്വൽ ആർക്സ് ആയിട്ട് മാറും. അപ്പോൾ ആ 2 അൺഈക്വൽ ആർക്സിൽ ഒരു എത്ര ആംഗിൾ വരച്ചാലും അതിനെല്ലാം ഒരേ അളവ് തന്നെ ആയിരിക്കും. അതുപോലെ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ആ ആംഗിളിൻ്റെ ഇരട്ടി ആയിരിക്കും. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ ആർക്ക് സെൻട്രലുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് സെൻട്രൽ ആംഗിൾ. ഓക്കെ, അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള, അതായത് ചെറിയ അപ്പുറത്തെ സൈഡിലുള്ള ആർക്കിലുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സപ്ലിമെൻ്ററി ആയിരിക്കും. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി എഴുതുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, 180യിൽ നിന്ന് കുറച്ചാൽ മതി. ഓക്കെ, ഇതാണ് അതിൻ്റെ സംഭവം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ടെസ്റ്റിൽ നിങ്ങൾ ബോക്സ് ആയിട്ട് കിടപ്പുണ്ട്. ആ ടെസ്റ്റിൽ നിന്ന് ആ ബോക്സിൽ കിടക്കുന്ന തിയറം നിങ്ങൾ എഴുതിയെടുക്കണം. നമ്മളിപ്പം പറഞ്ഞ അതിൻ്റെ ഡെഫിനിഷനാണ് ഞാനിപ്പോൾ പറഞ്ഞതെന്ന്. നമ്മൾ പറയാത്ത ഒരു കാര്യമില്ല, അതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അതൊന്ന് എഴുതിയെടുത്ത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിലേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ സെൻറ്ററുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ, അതിൻ്റെ പകുതി ആർക്കിൽ വരും. അതിൻ്റെ 180 എന്ന് കുറച്ചാൽ എവിടെ വരും, താഴെ വരും. ഓക്കെ, ഇത്രയുമാണ് സംഭവം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ 2 ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം നമുക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ, ഇൻ ഓൾ ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ O is the center of the circle and A, B, C are points on it. Calculate all angles of triangle ABC and triangle OBC in each. അതായത് ഒരു 3 സർക്കിൾ തന്നിട്ടുണ്ട്. ആ 3 സർക്കിൾ ഓരോന്നായിട്ട് നമുക്ക് വരയ്ക്കാം. അതിൻ്റെ അകത്ത് ചോദ്യം ഇതാണ്, സർക്കിളിൻ്റെ എല്ലാത്തിൻ്റെയും സെൻറ്ററാണ് O. അതിൻ്റെ അകത്ത് A, B, C എന്ന് പറയുന്ന അതിൻ്റെ അകത്തുള്ള 3 പോയിന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും OBC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും ഓരോ ആംഗിളും കണ്ടെത്തുക. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തെ സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനകത്ത് ABC എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ, OBC എന്ന് പറയുന്ന ട്രയാങ്കിൾ കണ്ടല്ലോ, OBC എന്ന് പറയുന്ന ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും വേണം, OBC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും വേണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? ഇവിടെ 20 ഡിഗ്രി ഉണ്ട്, ഇവിടെ 30 ഡിഗ്രി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക, OA എന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം OA ഈ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ OCയും OAയും ഈക്വലാണ്. OCയും OAയും ഈക്വലാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇവിടെ 30 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇവിടെയും അതേ രീതി തന്നെയാണ്. OBയും OAയും ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 20 ആയിരിക്കും. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ആംഗിൾ A എന്ന് പറയുന്നത് എത്രയാണ്? 20ഉം 30ഉം കൂടെ ചേർന്ന് 50. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും സെൻട്രൽ ആംഗിൾ. ഇവിടത്തെ നമ്മൾ പഠിച്ചു BC എന്ന് പറയുന്ന ആർക്കിൻ്റെ ആംഗിൾ ഉണ്ടാക്കുന്ന ആംഗിൾ അപ്പോൾ 50 ഡിഗ്രി കിട്ടി. അതിൻ്റെ ഇരട്ടി ആയിരിക്കും എത്ര വരുന്നത്? ഇവിടെ വരുന്നത്. ഇവിടെ 50 ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്ര വരും? 100 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെയും എത്രയായിരിക്കും? മൊത്തത്തിൽ ഈ ട്രയാങ്കിൾ മൊത്തം 180 അല്ലേ വരേണ്ടത്? 180ൽ 100 ഇവിടെ പോയില്ലേ? ബാക്കി എത്രയുണ്ട്? 80 അല്ലേ? 80ൻ്റെ പകുതി വീതം അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്താൽ പോരെ? ഇവിടെയും ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ 80ൻ്റെ പകുതിയായിട്ടുള്ള 40 കൊടുക്കാം. 40. ഓക്കെ,
അപ്പോൾ ഇനി എല്ലാ ആംഗിൾസും ആയല്ലോ, ഇനി കിട്ടാനൊന്നുമില്ലല്ലോ. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയുടെ അളവ് നോക്കാം. ട്രയാങ്കിൾ എ ബി സിയുടെ അളവ് എത്ര? ആംഗിൾ എ 50, ആംഗിൾ ബി 40 20 60, ആംഗിൾ സി 40 30 70 ഡിഗ്രി. ഓക്കെ, ആംഗിൾ എ ബി സിയുടെ എല്ലാ ആംഗിൾസും ആയല്ലോ. അതുപോലെ ട്രയാങ്കിൾ ഒ ബി സിയുടെ ആംഗിൾ ചോദിച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ഒ ബി സി ആണെങ്കിൽ ഇവിടെ ആംഗിൾ ഒ 100, ആംഗിൾ ബി 40, ആംഗിൾ സി 40. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഈ രണ്ട് സംഭവങ്ങളും ആയല്ലോ. രണ്ട് ട്രയാങ്കിളിൻ്റെയും ആംഗിൾസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇതാണ് സംഭവം, സിമ്പിളായിട്ടുള്ള സംഭവം. നമ്മൾ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത വെച്ചിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലും പടം ഇതുപോലെ തന്നെ. ഇതുപോലെ തന്നെ തന്നിരിക്കുന്നത് എ ബി സി 40 30, ഇവിടെ ഒ. ഇതുപോലെ തന്നെയാണ് തന്നേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന പോലെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക. ഇവിടെ 40 ആയതുകൊണ്ട് ഇവിടെയും എത്രയായിരിക്കും? 40 തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെ 40 ആയതുകൊണ്ട് ഇവിടെയും 40. അപ്പോൾ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. ഇവിടെ 30 ആകുമ്പോൾ ഇവിടെ 30 വരും. ഓക്കെ, ഇവിടെ 40 40 80. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 40 40 80 80, ബാക്കി എത്ര? ഇവിടെ 100. ഓക്കെ, അപ്പോൾ ഇവിടെ 30 വരും, ഇവിടെ 30. ഓക്കെ, അപ്പോൾ ഇവിടെ 100 ആകുമ്പോൾ ഇവിടെ മൊത്തത്തിൽ എത്രയായിരിക്കും വരേണ്ടത്? ഇവിടെ മൊത്തത്തിൽ 100ൻ്റെ പകുതി വരണം, അപ്പോൾ 50. ഓക്കെ, 50ൽ 30 ഇവിടെ പോയി, ബാക്കി എത്ര വരും? ഇവിടെ 20. ഓക്കെ, ഇവിടെ 20 വന്നാൽ ഇവിടെ എത്ര? 20. ഓക്കെ, ഫുൾ അളവായില്ലേ? അപ്പം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ തന്ന അതേ അളവുകൾ തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത്, നമുക്ക് മാറ്റമൊന്നുമില്ല. അപ്പോൾ നേരത്തെ തന്നിരുന്ന ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള മാറ്റമേ ഉള്ളൂ, അല്ലാതെ വേറെ ആൻസർ കിട്ടിയത് സെയിം ആയിട്ട് വരും. തന്നിരിക്കുന്ന പോയിന്റ്സിന് മാത്രമേ ഉള്ളൂ മാറ്റം. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ ആദ്യത്തെ ട്രയാങ്കിൾ എ ബി സി എടുത്തു കഴിഞ്ഞാൽ, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിൾസ് നമുക്ക് നോക്കാം. ആംഗിൾ എ എന്ന് പറയുന്നത് എത്ര വരും? 60. ആംഗിൾ ബി എന്ന് പറയുന്നത് 50. ആംഗിൾ സി എന്ന് പറയുന്നത് 70. അതുപോലെ ട്രയാങ്കിൾ ഒ ബി സി എടുത്തു കഴിഞ്ഞാൽ, ഒ ബി സി എന്ന് പറയുമ്പോൾ ആംഗിൾ ഒ 100, ആംഗിൾ എ 40, ആംഗിൾ സി 40. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ അകത്തുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പടം ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പടങ്ങളും ഇതുമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും നേരത്തെ സെൻറ്ററിന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ടായിരുന്നു വന്നിരുന്നത്. ഇവിടുത്തെ നമ്മുടെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ വന്നേക്കുന്നത് എ ബി സി ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ അളവുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ആംഗിളിൻ്റെ നമുക്ക് നോക്കുക. എ സി എന്ന് പറയുന്ന ആർക്ക് നോക്കുക. എ സി എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഏത്? 40. എ സി എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 40. നമുക്കറിയാം ആ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും അത് ആർക്കിലുണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, എ സി എന്ന് പോയേക്കുന്ന
വേറെ ആർക്കിലോട്ട് പോയേക്കുന്ന വേറെ ഏതെങ്കിലും ആംഗിൾ ഉണ്ടോ എന്ന് നോക്കൂ. എ സിയിൽ നിന്ന് പോയേക്കുന്ന ആംഗിളാണ് ദാ ഇത്. ഓക്കെ, അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇതുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ അതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ വന്നിട്ട് 20 വരും. ഓക്കെ, 20. ഓക്കെ, ഇനി അടുത്തത് ഈ ബി സി എന്ന് പറയുന്ന ആർക്ക് നോക്ക്. ബി സി എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് 70. അപ്പം ബി സിയിൽ നിന്ന് പോയേക്കുന്ന വേറെ ആംഗിൾ ഉണ്ടോ? ബി സിയിൽ നിന്ന് പോയേക്കുന്ന ആംഗിളാണ് ദാ ഇത്, എ സി, ബി എ സി. ഓക്കെ, അപ്പോൾ ഇവിടെ 70 ആണെങ്കിൽ അവിടെ എത്ര കിട്ടും? 70 ആണെങ്കിൽ അതിൻ്റെ പകുതി 35 ഡിഗ്രി കിട്ടും. ഇനി എന്താ വേണ്ടത്? ഇനി എന്ന് പറയുന്നത് ഇത് മൊത്തത്തിൽ എ ബി സിയുടെ ആംഗിൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം 35ഉം 20ഉം എത്ര കിട്ടി? 35, 20 എത്ര? 55. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ 180 വേണം. 180 വേണമെങ്കിൽ ബാക്കി എത്രയായിരിക്കും? 180 മൈനസ് 55 എത്ര വരും? 125. ഓക്കെ, 125 ഡിഗ്രി ആയിരിക്കും ഈ വരുന്നത്. 125 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ ട്രയാങ്കിളായിരുന്നു വേണ്ടത്? എ ബി സിയുടെ എല്ലാ അളവും വേണം. എ ബി സിയുടെ അളവുകളുണ്ടോ? എ ഉണ്ട് 35, ബി ഉണ്ട് 20, സി ഉണ്ട് 125. ഓക്കെ, ഇനി അടുത്ത ഏതാ വേണ്ടത്? ഒ ബി സി. ഒ ബി സിയുടെ അളവുകളുണ്ടോ? ഒ ബി സിയുടെ അളവുകൾ ഒ ഉണ്ട് 70, പക്ഷേ ബിയും സിയും ഇല്ല. ഓക്കെ, അപ്പം ബിയും സി എത്രയായിരിക്കും? ഒ ബി സിയെ സംബന്ധിച്ചിടത്തോളം ഒ ബിയും ഒ സിയും ഈക്വൽ അല്ലേ? അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ അവിടെ എന്ത് വരും? 180യിൽ നിന്ന് 70 കുറയ്ക്കുക, എത്ര വരും? 110. അപ്പോൾ അതിൻ്റെ പകുതി അതത്ര 110/2 എത്ര? 55 ഡിഗ്രി ആയിരിക്കും. ആര്? ബിയും സിയും. അപ്പോൾ അത് നമ്മൾ എടുത്തെഴുതിയാൽ മതി. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ എ എത്ര? 35, ആംഗിൾ ബി 20, ആംഗിൾ സി 125. ഓക്കെ, അതുപോലെ ട്രയാങ്കിൾ ഒ ബി സിയിൽ ആംഗിൾ ഒ 70, ആംഗിൾ സി 55, ആംഗിൾ ബി 55. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ ഇത്രേ ഉള്ളൂ. ഓരോന്നിലും ചെയ്തേക്കുന്ന ആ ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മളെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും സർക്കിളിലുള്ള ആംഗിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത്രയും നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യനുകളൊന്ന് നോക്കിക്കോ. എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ദി നമ്പേഴ്സ് 1, 4, 8 ഓൺ എ ക്ലോക്ക്സ് ഫേസ് ആർ ജോയിൻഡ് ടു മേക്ക് എ ട്രയാങ്കിൾ. അതായത് ഒരു ക്ലോക്കിൻ്റെ ഫേസിൽ, അതായത് നമ്മൾ വീട്ടിൽ കാണുന്ന ക്ലോക്കിൻ്റെ ഫേസിൽ നമ്പേഴ്സ് ഉണ്ട്. 1 തൊട്ട് 12 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ നമ്പേഴ്സിൽ 1, 4, 8 ഈ പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് എന്തുണ്ടാക്കിയിരിക്കുന്നു? ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നു. കാൽക്കുലേറ്റ് ദി ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എത്ര എന്നാണ് ചോദ്യം. അതുപോലെ വേറെ ചോദ്യങ്ങളുണ്ട്. ഹൗ മെനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ക്യാൻ വി മേക്ക് ബൈ ജോയിനിങ് നമ്പേഴ്സ് ഓൺ ദി ക്ലോക്ക് ഫേസ്. ഈ ക്ലോക്കിൻ്റെ ഫേസ് വെച്ചിട്ട് നമുക്ക് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പടം വരച്ച് നോക്കാം. ജസ്റ്റ് ഒരു ക്ലോക്കിൽ നമുക്ക് അറിയാം ഇവിടെ 12, ഇവിടെ 6, ഇവിടെ 3, ഇവിടെ 9. ഓക്കെ, ബാക്കിയുള്ളത് 1, 2, 3, 4, 5, 6, 7, 8, 11, 12. ഓക്കെ,
ഇതാണ് ഒരു ക്ലോക്കിൻ്റെ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൂചിയൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ആകെ വേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ഏതൊക്കെ പോയിൻറ്റ്സാണ് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ 1, 4, 8. അതായത് 1 ഈ പോയിൻ്റ്, 4 ഈ പോയിൻ്റ്, 8 ഈ പോയിൻ്റ്, ഇത് തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് എന്തുണ്ടാക്കിയിരിക്കുന്നു? ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നു. 1, 4, 8. അപ്പോൾ ഇങ്ങനെയായിരിക്കും ട്രയാങ്കിൾ പോകുന്നത്. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്ലോക്കിനൊരു സെൻറ്റർ ഉണ്ടാവും. സെൻറ്റർ ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കൊരു പേര് കൊടുക്കാം, ABC. ഓക്കെ. അപ്പോൾ ഈ ക്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലോക്കിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഭാവിയിൽ ഉപയോഗപ്പെടും. ക്ലോക്കിൽ നമുക്ക് ആകെ 1 തൊട്ട് 12 വരെയുണ്ട്. അപ്പോൾ ഒരു സർക്കിൾ ഷേപ്പാണ് ക്ലോക്ക്. സർക്കിൾ ഷേപ്പാണ്. അപ്പം ചോദിക്കും റെക്റ്റാങ്കിൾ ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലും ക്ലോക്ക് ഇല്ലേ എന്ന് ചോദിക്കും. എങ്ങനെയായാലും അതിൻ്റെ സൂചി കറങ്ങുന്നത് എപ്പോഴും എന്തായിരിക്കും? സർക്കുലർ പാത്തിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും ടോട്ടൽ 360 ഡിഗ്രി ആയിരിക്കും. സർക്കിളിൻ്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഗ്യാപ്പിലും എത്ര ആംഗിൾ വരും? അതായത് 12നും 1നും ഇടയ്ക്ക്, അല്ലെങ്കിൽ 1നും 2നും ഇടയ്ക്ക്, അല്ലെങ്കിൽ 2 സംഖ്യകൾക്കിടയിൽ ഉള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ വേറൊന്നുമില്ല. മൊത്തം 12 പേരാണുള്ളത്. അപ്പം 360/12 എത്ര വരും? 30 ഡിഗ്രി വരും. ഓക്കെ. ഒരു ഗ്യാപ്പിൽ 30 ഡിഗ്രിയാണ്. അതായത് 1 തൊട്ട് 2 വരെ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. അതിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സെൻട്രൽ ആംഗിളാണ് മൊത്തം 360. ഓരോ ആംഗിളിൻ്റെയും സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എത്ര ആംഗിൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഓക്കെ. നമുക്ക് ജസ്റ്റ് ഓരോ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ നോക്കാം. ഈ BC എന്ന് പറയുന്ന സംഭവത്തിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്, സെൻട്രൽ നമുക്ക് O എന്ന് കൊടുക്കാം. അപ്പോൾ ഈ BC എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4. 4 ഗ്യാപ്പുണ്ട്. അപ്പം 4 ഗ്യാപ്പ് ഒരു ഗ്യാപ്പിന് 30 ഡിഗ്രി വെച്ചിട്ട്. അപ്പോൾ ആംഗിൾ BOC കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആംഗിൾ BOC എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1, 2, 3, 4. 4 ഇൻറ്റു ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. അപ്പം 4 ഇൻറ്റു 30 എത്ര? 120 ഡിഗ്രി ആയിരിക്കും. അപ്പം BOC എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 120 ഡിഗ്രി. ഓക്കെ. അപ്പം BOC 120 ഡിഗ്രി ആണെങ്കിൽ ഈ BOC എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ 120 ആണെങ്കിൽ ആംഗിൾ A എത്രയായിരിക്കും? Therefore ആംഗിൾ A ഈസ് ഈക്വൽ ടു 120ൻ്റെ പകുതിയല്ലേ വരേണ്ടത്? സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും സർക്കിളുള്ള ആംഗിൾ. ഓക്കെ. 120ൻ്റെ പകുതി 120/2 എത്ര? ആംഗിൾ A എന്ന് പറയുന്നത് 60 ഡിഗ്രി കിട്ടും. ഇതുപോലെ ബാക്കിയുള്ള കണ്ടുപിടിച്ചൂടെ? അടുത്തത് ആംഗിൾ COA. ആംഗിൾ COA എന്ന് പറയുമ്പോൾ എത്രയുണ്ട്? 1, 2, 3. 3 ഇൻറ്റു 30 എത്ര വരും? 90. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആരാ? ആംഗിൾ B. ആംഗിൾ B കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 90ൻ്റെ പകുതി 90/2 എത്ര വരും? 45 ഡിഗ്രി. ഓക്കെ. ഇനി അടുത്ത ഏത് വരും? ആംഗിൾ BOA. ആംഗിൾ BOA. ആംഗിൾ BOA എന്ന് പറഞ്ഞാൽ എന്ത് വരും? BOA എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5. 5 ഇൻറ്റു 30 എത്ര വരും? 150. ഓക്കെ. 150 വരുമ്പോൾ ആംഗിൾ C ഈസ് ഈക്വൽ ടു 150/2 എത്ര വരുന്നു? 75 ഡിഗ്രി എന്ന് വരുന്നു. അപ്പം ആംഗിൾ A എത്ര കിട്ടി? 60. ആംഗിൾ B എത്ര? 45. ആംഗിൾ C എത്ര? 75 ഡിഗ്രി. ഓക്കെ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത്. ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആദ്യം സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുക. സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ആ എണ്ണത്തിനെ 30 കൊണ്ട് ഗുണിച്ചാൽ മതി. 30 എവിടെ നിന്ന് വന്നു? ഓരോ ഗ്യാപ്പിൻ്റെ ഇടയിലുള്ള ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. കാരണം 360നെ 12 കൊണ്ട് ഭാഗിച്ചാൽ 30 കിട്ടും. ഓക്കെ. ഇതാണ് സംഭവം. ഇനി അതിൻ്റെ അകത്ത് ഒരു ചോദ്യവും കൂടെ ഉണ്ട്. ഒരു ക്ലോക്കിൻ്റെ ഫേസിൽ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ ആംഗിൾ 60, 45, 75. അതൊരിക്കലും എന്തല്ല? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ല. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവണമെങ്കിൽ അതിൻ്റെ ആംഗിൾസ് എത്ര വരണം? 60, 60, 60 ആയിരിക്കണം. 3ഉം 60 ഡിഗ്രി ആയിരിക്കണം. ഈക്വലായിട്ട് വരണം. ഈക്വലായിട്ട് വരണമെങ്കിൽ ആംഗിൾസ് ഈക്വലായിട്ട് വരണമെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾസ് എത്ര വീതം വരണോടെ? 120 ഡിഗ്രി വീതം വരണം. ആംഗിൾസ് എത്ര ഡിഗ്രി വീതം വരണം? 120 ഡിഗ്രി വീതം വരണം.
ആംഗിൾസ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി എന്ന് വരത്തക്ക രീതിയിൽ ഏതൊക്കെ എടുക്കാം? 120 ഡിഗ്രി വരണമെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം വേണം? 4 ഗ്യാപ്പ് വീതം വേണം. ഓരോന്നിലും 4 ഗ്യാപ്പ് വീതം വന്നാലേ 120 ഡിഗ്രി വരും. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ എടുക്കാൻ പറ്റുമോ നോക്കാം. ആദ്യം നമ്മളൊരു പോയിന്റ് 12 ഇട്ടു എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു പോയിന്റ് 12 കിട്ടി. പിന്നെ 4 എണ്ണം ഇത് നോക്കിയേ, 1 2 3 4. അപ്പം അടുത്തത് 4. 4 നിന്ന് വീണ്ടും 1 2 3 4. എത്ര? 8. വീണ്ടും 1 2 3 4. 12 തിരിച്ചെത്തിയല്ലോ, 4. അപ്പോൾ 12 4 8 ഒരെണ്ണമായി. ഈ 12 4 8 ജോയിൻ ചെയ്താൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, അടുത്തത് എന്തായിരിക്കും? ഇനി 1 തുടങ്ങാം. 1 തുടങ്ങിയാൽ 1ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 5, 5ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 9. 1 5 9 അത് ജോയിൻ ചെയ്താലും ഇക്വിലാറ്ററൽ ട്രയാങ്കിളായി. ഇനി അടുത്ത ആരാ? 2 തുടങ്ങാം. 2 തുടങ്ങിയ 2ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 6, 6ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 10. 2 6 10 ഇതും ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ഇനി ഏതെടുക്കാം? 12 1 2. ഇനി 3 എടുക്കാം. 3 എടുത്തു കഴിഞ്ഞാൽ 3ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 7, 7ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 11. അപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളായി. ഇനി എത്ര എടുക്കാം? 4 എടുക്കാം. പക്ഷേ 4 എടുത്തു കഴിഞ്ഞാൽ 4 8 12 ആവും. അത് ഓൾറെഡി വന്നതിനെ വീണ്ടും എടുക്കണ്ട. ഇനി 5 എടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും വരും. 6 എടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും വരും. 7 എടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും വരും. ഓക്കെ, അപ്പം മൊത്തം ഒരു ക്ലോക്കിൽ എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാമെന്ന് ചോദിച്ചാൽ മൊത്തം 4 എണ്ണം വരയ്ക്കാൻ പറ്റും. 4 എണ്ണം വരയ്ക്കണമെങ്കിൽ ഏതൊക്കെ രീതിയിലാണ്? 12 4 8, 1 5 9, 2 6 10, 3 7 11. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഉള്ളത്. ഓക്കെ, ഇതിൽ ഇത്രയും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഈ 2 തിയറങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്യണം. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരുന്നത് പേജ് നമ്പർ 53 പേജിലാണ്. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു 2 ക്വസ്റ്റ്യനാണ് നമ്മളിപ്പം ചെയ്തത്. അതിൻ്റെ അകത്തൊരു അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്യണം. വീട്ടിൽ നിന്ന് ഹോംവർക്കായിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. സ്വന്തമായിട്ടൊന്ന് വരച്ച് ചെയ്ത് നോക്കുക. പിന്നെ ഇത്രയും ചെയ്യിപ്പിച്ച കാര്യങ്ങളെല്ലാം നോട്ട്ബുക്കിൽ മാത്സ് നോട്ട് കറക്റ്റായിട്ട് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ നോട്ട് എഴുതണമെങ്കിൽ തന്നെ നോട്ട് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. നോട്ട്ബുക്ക് വൃത്തിയായിട്ട് നീറ്റായിട്ട് എഴുതി സൂക്ഷിക്കണം. അതൊക്കെ ചെയ്തോണം. നോട്ടുകൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോഴേ ചോദിക്കണം. ഗ്രൂപ്പിൽ വാട്സപ്പിലേക്ക് ചോദിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. നോട്ട്സുകൾ കറക്റ്റായിട്ട് ചെയ്യുക. അന്നന്ന് പഠിപ്പിക്കുന്ന അന്നന്ന് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ കൂടെ പഠിച്ചു വന്നില്ലെങ്കിൽ പാടായിരിക്കും. നമ്മൾ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ള ചാപ്റ്ററുകളൊക്കെയല്ല നമുക്ക് പിന്നെ ബാക്കിയുള്ള ഫസ്റ്റ് ചാപ്റ്ററും ഒക്കെ കുറച്ച് സിമ്പിളാണ്. അത് കണക്കല്ല, കുറച്ചൊന്ന് കെയർ ചെയ്ത് പഠിക്കണം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊണ്ട് അത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് നിർത്താം.